എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ പാഠം പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും കൂടാതെ ഈ പാഠം പഠിച്ചു കഴിഞ്ഞ് റിവിഷൻ ആവശ്യമുള്ള കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ഈ പാഠത്തിന്റെ നോട്ട് ആവശ്യമുള്ള കുട്ടികൾക്ക് hsstimes.blogspot.com എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മലയാളം നോട്ടും അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ദീർഘിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. വളരെ ചെറിയ രീതിയിൽ വളരെ പെട്ടെന്നാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ മീനിങ് ആണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പ്രൊവൈഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഗൈഡൻസ് ഫോർ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പ്രൊവൈഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഗൈഡൻസ് ഫോർ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രസ്താവനകളാണ്, സ്റ്റേറ്റ്മെന്റുകളാണ്. ആ സ്റ്റേറ്റ്മെന്റുകൾ ഒരു ഓർഗനൈസേഷന്റെ മാനേജർ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക. മാനേജർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു മാനേജർക്ക് ഒരു കമ്പനിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും തീരുമാനമെടുക്കാനും മാനേജർമാരെ സഹായിക്കുന്ന സാധാരണ സ്റ്റേറ്റ്മെന്റുകളെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, തീരുമാനമെടുക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള വിശാലവും പൊതുവായതുമായ മാർഗനിർദ്ദേശം, ഗൈഡ് ലൈൻസ് ആണ് മാനേജ്മെന്റ് തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തെ ഫീച്ചർ ഇതാണ്, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. സാർവത്രികമായി നമുക്ക് ലോകത്തിൽ എവിടെയും, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള കമ്പനികൾക്കും ക്ലബിന് അപ്ലൈ ചെയ്യാം, സ്കൂളിന് അപ്ലൈ ചെയ്യാം, കോളേജിന് അപ്ലൈ ചെയ്യാം, യൂണിവേഴ്സിറ്റികൾക്ക് അപ്ലൈ ചെയ്യാം. അതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ആപ്ലിക്കബിൾ ടു എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ലൈക്ക് ബിസിനസ് ഓർഗനൈസേഷൻ, പോലീസ്, സ്പോർട്സ് and in any part of the world. Universal applicability. രണ്ടാമത്തത് ജനറൽ ഗൈഡ് ലൈൻസ്. ദേ ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ്, പൊതു മാർഗനിർദ്ദേശങ്ങൾ, ജനറൽ ഗൈഡ് ലൈൻസ്. The principles of management are guidelines to action. Management principles are derived from the experience and analysis and they are in the form of mere statements. അതായത് മാനേജർമാരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ്, ഗൈഡ് ലൈൻസ് ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഗൈഡ് ലൈൻസ് ഇപ്പൊ എക്സാമ്പിൾ COVID-19 പ്രതിരോധിക്കേണ്ട ഗൈഡ് ലൈൻസ് ആണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ഉപയോഗിക്കുക, അതൊക്കെ ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, അതേപോലെ മാനേജർമാർക്കും എന്ത് ചെയ്യാം, അവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. The third feature of management principle is management principles are formed by practice and experimentation. The principles of management are formed by experience and collective wisdom of managers as well as experimentation. മാനേജർമാരുടെ അനുഭവവും കൂട്ടായ വിവേകവും പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയൊക്കെയാണ് ഈ മാനേജ്മെന്റ് തത്വങ്ങൾ ഉണ്ടായത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഫോംഡ് ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. മാനേജ്മെന്റ് എക്സ്പേർട്സ് ആയിട്ടുള്ള ഹെൻറി ഫയോൾ, ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, FW ടൈലർ തുടങ്ങിയ ആൾക്കാരുടെ അനുഭവ സമ്പത്തും കൂടാതെ അവര് കണ്ടക്ട് ചെയ്ത പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഈ പ്രിൻസിപ്പിൾസ് ഉണ്ടായത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ഫോംഡ് ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അടുത്തത് ഫ്ലെക്സിബിൾ ആണ്. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വഴക്കമുള്ളതാണ്. ഒരു മാനേജർ, സപ്പോസ് ഐ എം എ മാനേജർ, ഞാൻ ഒരു കമ്പനിയിലെ മാനേജറാണ്. എനിക്ക് എന്റെ കമ്പനിയിൽ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെൻറി ഫയോൾ പറഞ്ഞ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. എനിക്ക് ആവശ്യമുള്ള രീതിയിൽ എനിക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഫ്ലെക്സിബിലിറ്റി. ദേ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ എ മാനേജർ. ദേ ആർ ഫ്ലെക്സിബിൾ. സാഹചര്യം ആവശ്യപ്പെടുമ്പോൾ മാനേജർമാർക്ക് ഇത് പരിഷ്കരിക്കാനാകും. തത്വങ്ങൾ മാനേജർക്ക് മതിയായ വിവേചനാധികാരം നൽകുന്നു. ഓക്കെ, അഞ്ചാമത്തത്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ട്രൈ ടു എസ്റ്റാബ്ലിഷ് എ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ട്രൈ ടു എസ്റ്റാബ്ലിഷ്, ശ്രമിക്കുന്നു, എന്തിന്, കാരണവും ഫലവും, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. The principles of management are intended to establish relationship between cause and effect. മാനേജ്മെന്റിന്റെ തത്വങ്ങൾ കാരണവും ഫലവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ട്രൈ ടു എസ്റ്റാബ്ലിഷ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക മക്കളെ,
Management principles try to establish cause-effect relationship. Next, contingent or relativity. Contingent or relativity. Contingent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ആപേക്ഷികത എന്ന് പറയും. ആപേക്ഷികത. The application of principles of management is contingent or dependent upon the prevailing situation at a particular point of time. മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രയോഗം ഒരു പ്രത്യേക സമയത്ത് നിലവിലുള്ള സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് കേരളത്തിലുള്ള രീതി ആയിരിക്കില്ല തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുക, തമിഴ്നാട്ടിലുള്ള രീതി ആയിരിക്കില്ല മുംബൈയിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഓരോ സ്ഥലത്തിനനുസരിച്ചും ഓരോ സ്ഥാപനങ്ങൾക്കനുസരിച്ചും ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സ്കൂളിനകത്ത് ഡിവിഷൻ ഓഫ് വർക്ക് അപ്ലൈ ചെയ്യാം, ബിസിനസ്സിലും അപ്ലൈ ചെയ്യാം. അപ്പൊ രണ്ട് സ്ഥലത്തും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് കണ്ടിൻജന്റ് അല്ലെങ്കിൽ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ 6 ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാ? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, general guidelines formed by practice and experimentation, flexibility, cause-effect relationship, contingent or relativity. Okay, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിന്റെ പ്രാധാന്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യം. അപ്പോൾ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ പ്രാധാന്യം എന്ന ടേം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സപ്പോസ് ഐ എം ദ മാനേജർ ഓഫ് എൻ ഓർഗനൈസേഷൻ, ഐ എം ഫോളോയിങ് ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രോപ്പർലി ഇൻ മൈ ഓർഗനൈസേഷൻ. And as a result of following the management principles, definitely my organization enjoy some benefits. The benefits enjoyed by an organization as a result of following the management principles are known as importance or significance of management principles. Managers may apply these principles to fulfill their task and responsibility. Principles guide managers in taking and implementing decisions. തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും തത്വങ്ങൾ മാനേജർമാരെ സഹായിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡിംഗ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻടു റിയാലിറ്റി. പ്രൊവൈഡിംഗ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻടു റിയാലിറ്റി. യാഥാർത്ഥ്യത്തെ കുറിച്ച് ഉപയോഗപ്രദമായ ഉൾക്കാഴ്ച മാനേജർമാർക്ക് നൽകുന്നു. The principles of management provide the managers with useful insights into real world situation. And ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട് എക്സ്പേർട്സ് ആണ്. ഹെൻറി ഫയോൾ, ഫ്രെഡറിക് വിൻസലോ ടൈലർ തുടങ്ങിയ എക്സ്പേർട്ടുകളാണ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്നത്, ഒരു ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം, അതാണ് ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാനേജർമാർക്ക് എന്താണ് യഥാർത്ഥ ബിസിനസ് ലോകം എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തത്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഈസ് പോസിബിൾ. നമുക്കറിയാം an organization need different resources. ഒരു കമ്പനിക്ക് കുറെ റിസോഴ്സുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ വിഭവങ്ങൾ വളരെ പരിമിതമാണ്. പണമായാലും റോ മെറ്റീരിയൽസ് ആയാലും അതൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പൊ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കൃത്യമായിട്ട് ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സഹായിക്കും. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ സഹായത്തോടുകൂടി മാനേജർമാർക്ക് ആ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളെ കൃത്യമായിട്ട് പരമാവധി വിനിയോഗിക്കാനും ഫലപ്രദമായിട്ട് ബിസിനസിനെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. പണം, അസംസ്കൃത വസ്തുക്കൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് സാമ്പത്തികമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇത് ചൂണ്ടിക്കാട്ടുന്നു. ഓക്കെ, അടുത്തത് ശാസ്ത്രീയ തീരുമാനങ്ങൾ, സയന്റിഫിക് ഡിസിഷൻസ്. മാനേജ്മെന്റ് തത്വങ്ങളുടെ സഹായത്തോടു കൂടി എടുത്ത തീരുമാനങ്ങൾ പക്ഷപാതത്തിൽ നിന്നും മുൻവിധികളിൽ നിന്നും വിമുക്തമാണ്. സയന്റിഫിക് ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, managers can take appropriate decision in right time. Management principles taken on the basis of principles are free from bias. പക്ഷപാതത്തിൽ നിന്നും മുൻവിധികളിൽ നിന്നുമൊക്കെ വിമുക്തമായിട്ട് വളരെ ശാസ്ത്രീയതയായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ സഹായത്തോടു കൂടി. നെക്സ്റ്റ്, നാലാമത്തെ പോയിന്റ്, മീറ്റിംഗ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. മീറ്റിംഗ് മാറുന്ന പരിസ്ഥിതി ആവശ്യകതകൾ നിറവേറ്റുക. മീറ്റിംഗ് ചേഞ്ചിങ് environment requirements. Management principles are highly flexible and therefore can be modified to meet changing requirements of environment. നമുക്കറിയാം business environment is dynamic in nature. It will change from one time or one second to another second. Business environment മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ബിസിനസ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഒരു മാനേജർക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെയും മാറ്റാം.
അങ്ങനെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്രിൻസിപ്പിൾസ് മാറ്റിക്കഴിഞ്ഞാൽ ബിസിനസിന്റെ എഫിഷ്യൻസി വർദ്ധിക്കും. അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഏത് സഹായിക്കും? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാനേജർമാരെ സഹായിക്കുന്നു. മാനേജ്മെന്റ് തത്വങ്ങൾ വളരെ വഴക്കമുള്ളതാണ്, ഫ്ലെക്സിബിൾ ആണ്. അതിനാൽ അവ പരിസ്ഥിതിയുടെ ആവശ്യകതകൾക്കനുസരിച്ച് പരിഷ്കരിക്കാൻ കഴിയും. അതാണ് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. അഞ്ചാമത്തത് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Fulfilling social responsibility. A business enterprise is an integral part of society. Proper understanding of management principles would enable the managers to take a realistic view of organizational situations and their social relevance. നമുക്കറിയാം, ഒരു ബിസിനസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് കിട്ടുന്നത് സൊസൈറ്റിയിൽ നിന്നാണ്, കൂടാതെ അതിന്റെ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും സൊസൈറ്റിയിലേക്കാണ്. അപ്പോൾ ബിസിനസ്സിന് നിങ്ങൾ ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്. അപ്പൊ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ബിസിനസ്സിന് സമൂഹത്തോട് കുറെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കടപ്പാടുകൾ ഉണ്ട്. ഇങ്ങനെ ഒരു കച്ചവടക്കാരന് സമൂഹത്തിനോടുള്ള കടപ്പാടുകൾ നിറവേറ്റാൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാനേജർമാരെ സഹായിക്കും. നെക്സ്റ്റ്, ആറാമത്തെ പോയിന്റ്, ബേസ് ഫോർ മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ബേസ് ഫോർ മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെന്റ് പരിശീലനം, ഇപ്പൊ നമുക്ക് MBA കോഴ്സ് ഒക്കെ അറിയാം, അതിലൊക്കെ മാനേജ്മെന്റ് പഠനമാണ്. അപ്പൊ മാനേജ്മെന്റ് പരിശീലനത്തിനും മാനേജ്മെന്റ് വിദ്യാഭ്യാസത്തിനും മാനേജ്മെന്റ് മേഖലയിലുള്ള റിസർച്ച്, PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ദീസ് ആർ യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെന്റ് ട്രെയിനിങ്ങിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും ബേസ് ആയിട്ട് മാനേജ്മെന്റ് തത്വങ്ങൾ പ്രവർത്തിക്കുന്നു. മാനേജ്മെന്റ് തത്വങ്ങൾ മാനേജ്മെന്റ് സിദ്ധാന്തത്തിന്റെ കാതലാണ്. കോർ ഓഫ് മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റ് പരിശീലനം, വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയ്ക്ക് അടിസ്ഥാനമായി ഇവ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത്ര പല കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഇനിയുള്ളത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. ഇതങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇവല്യൂഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും ജസ്റ്റ് മനസ്സിലാക്കുക, 6 സ്റ്റേജുകളാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനുള്ളത്. ആദ്യത്തേത് ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഏർലി പെർസ്പെക്റ്റീവ്. ഏർലി പെർസ്പെക്റ്റീവ് ആണ് ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. ഇവിടെ 2900 BC ഈജിപ്തിലൊക്കെ പിരമിഡുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഏകദേശം 1,00,000 ആൾക്കാർ 20 വർഷമൊക്കെ പണിയെടുത്തിട്ടാണ് ഈ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ആ സമയത്ത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചു എന്ന് പറയുന്നു. അത് ഏർലി പെർസ്പെക്റ്റീവ് ആണ്. ഇനി രണ്ടാമത് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയാണ്. ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയാണ്. ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയിൽ വരുന്ന ആൾക്കാർ ഹെൻറി ഫയോളും FW ടൈലറും ആണ്. ഹെൻറി ഫയോളും FW ടൈലറും വരുന്നത് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയിലാണ്. ഇത് പഠിക്കാത്ത കുട്ടികൾ, പരീക്ഷയ്ക്കുള്ള കുട്ടികൾ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല എന്നുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. മൂന്നാമത്തെ പോയിന്റ് നിയോ ക്ലാസിക്കൽ തിയറിയാണ്. നിയോ ക്ലാസിക്കൽ തിയറിയാണ്. നിയോ ക്ലാസിക്കൽ തിയറിനെ വിളിക്കുന്ന മറ്റൊരു ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ദിസ് അപ്രോച്ച് ഗീവ്സ് more importance to human resources. മനുഷ്യന്മാർക്ക്, എംപ്ലോയീസിനും വർക്കേഴ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അപ്രോച്ചാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ഓക്കെ, ഇനി 4, 5, 6 നാലാമത്തത് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് ആണ്. ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് ആണ്. ഈ അപ്രോച്ച് പറയുന്നത് മറ്റു പഠന ശാഖകളായ സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, നരവംശാസ്ത്രം, മനഃശാസ്ത്രം തുടങ്ങിയ ശാഖകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കാം എന്ന് പറയുന്നതാണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. അഞ്ചാമത്തത് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ OR, ഓപ്പറേഷൻ റിസർച്ച് അപ്രോച്ച് ആണ്. ഇറ്റ് എംഫസൈസ് റിസർച്ച് ഓൺ ഓപ്പറേഷൻസ്, അതായത് വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ മുകളിൽ ഗവേഷണം കണ്ടക്ട് ചെയ്യണം എന്നതാണ് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് പറയുന്നത്. പഠിക്കാത്ത കുട്ടികൾ ഇത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, കുഴപ്പമില്ല, പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഓക്കെ, ഇനി ആറാമത്തത് മോഡേൺ മാനേജ്മെന്റ്. ഇറ്റ് സീംസ് മോഡേൺ ഓർഗനൈസേഷൻ ആസ് കോംപ്ലക്സ് സിസ്റ്റം. ഇത് മോഡേൺ മാനേജ്മെന്റിനെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ആയിട്ട് പറയുകയും മോഡേൺ ടെക്നിക്കുകൾ നിർബന്ധമായിട്ട് മാനേജ്മെന്റിൽ ഉപയോഗിക്കണം എന്നും പറയുന്ന ഒരു അപ്രോച്ചാണ് ആറാമത്തെ അപ്രോച്ച്, മോഡേൺ മാനേജ്മെന്റ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് 6 സ്റ്റേജുകളാണുള്ളത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ പേരൊന്ന് മനസ്സിലാക്കുക, 6 സ്റ്റേജുകൾ. ഇനി നമുക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഹെൻറി ഫയോളിന്റെ 14 മാനേജ്മെന്റ് തത്വങ്ങൾ, 14 principles of management introduced by Henry Fayol. Okay, Henry Fayol was a French theorist. He is popularly known as the father of modern general management. Okay,
He was born in 1841. 1841 മുതൽ 1925 വരെയാണ് ജീവിത സമയം. അദ്ദേഹം ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. ഒരുപാട് സംഭാവനകൾ മാനേജ്മെന്റ് മേഖലയ്ക്ക് നൽകി. ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ബുക്ക് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. അദ്ദേഹത്തെ ഇതിൽ പ്രധാനമായിട്ടും 14 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേര് ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട്, സേ പരീക്ഷയ്ക്കൊക്കെ വേണ്ടുന്ന ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് അത്ര പോകുന്നില്ല. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. ആദ്യത്തെ പ്രിൻസിപ്പിളിന്റെ പേര് ഇതാണ്, ഡിവിഷൻ ഓഫ് വർക്ക്. ഇത് ശരിക്കും പഠിക്കുക മക്കളെ, പ്രധാനപ്പെട്ട കാര്യമാണ്. 14 നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയൽ. ആദ്യത്തെ പ്രിൻസിപ്പിളിന്റെ പേര് ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനം. This principle states that a complex work in an organization should be divided into small tasks and each task should be assigned to a particular employee. നമുക്കറിയാം ഒരു കമ്പനിയിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും. ഹെൻറി ഫയൽ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു കമ്പനിയിലുള്ള ജോലികളൊക്കെ പീസാക്കുക, കുറെ ചെറിയ ചെറിയ ജോലികളാക്കുക. എന്നിട്ട് ആദ്യത്തെ ജോലി ഒരാൾക്ക് കൊടുക്കുക, രണ്ടാമത്തെ ജോലി രണ്ടാമത്തെ ആൾക്ക്. നിങ്ങളുടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എടുക്കുന്നത് ഒരു മാഷാണ്, ഇനി അക്കൗണ്ടൻസ് എടുക്കുന്ന വേറൊരു മാഷാണ്, ഇക്കണോമിക്സ് എടുക്കുന്ന വേറൊരു മാഷാണ്. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ, ഇത് ഈ ഒരു സംഭവം ബിസിനസ്സിലും അപ്ലൈ ചെയ്യാം. തൊഴിലിനെ ചെറിയ ചെറിയ യൂണിറ്റുകളായി വിഭജിച്ച് ഓരോ യൂണിറ്റിനെയും അത് ചെയ്യാൻ താല്പര്യവും ശേഷിയുമുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് തൊഴിൽ വിഭജനം. ഓക്കെ, ഇനി രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അധികാരവും ഉത്തരവാദിത്തവും. അതോറിറ്റി മീൻസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും ഒക്കെ കൊടുക്കാനുള്ള ഒരാളുടെ റൈറ്റിനെ വിളിക്കുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി എന്ന്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചർക്കുള്ളത് അതോറിറ്റിയാണ്, നിങ്ങൾക്കുള്ളത് റെസ്പോൺസിബിലിറ്റിയാണ്. അതോറിറ്റി അപ്പൊ ഹെൻറി ഫയലിന്റെ പ്രിൻസിപ്പിൾ ക്ലാസ്സിലും ഫോളോ ചെയ്യുന്നുണ്ട്. ടീച്ചർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇതേപോലെ ഫയൽ പറഞ്ഞത് എന്താ? കമ്പനികളിൽ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം? അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. സുപ്പീരിയേഴ്സ് മാർക്ക് അവരുടെ താഴെയുള്ള ആൾക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. കൂടാതെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു ബാധ്യത കൂടെ തൊഴിലാളികൾക്കുണ്ട്. ഇപ്പൊ ടീച്ചർ എന്ത് പറയുന്നു? നിങ്ങളോട് നാളെ പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരീക്ഷ വെക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് ഒരു അസൈൻമെന്റ് തരാനുള്ള റൈറ്റ് ടീച്ചറുടെ അതോറിറ്റിയാണ്. ടീച്ചർ അതോറിറ്റി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ ഒരു കമ്പനിക്കകത്തും എന്തുണ്ട്? മാനേജർ അതുപോലെ വർക്കേഴ്സിന്റെ ഇടയിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതോറിറ്റി മീൻസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സബോർഡിനേറ്റ്, whereas responsibility means the obligation on the part of employees to perform the orders given by the superiors. അധികാരവും ഉത്തരവാദിത്വവും. ഉത്തരവുകൾ നൽകാനുള്ള അവകാശത്തെ അതോറിറ്റി എന്ന് പറയുന്നു. ഏൽപ്പിച്ച ജോലി നേരായ മട്ടിൽ ചെയ്യാൻ കീഴുദ്യോഗസ്ഥനുള്ള കടപ്പാടാണ് ഉത്തരവാദിത്വം. അധികാരവും ഉത്തരവാദിത്വവും ഒരുമിച്ച് നിലനിൽക്കുന്നതാണ്, കോ എക്സിസ്റ്റിംഗ് ആണ്. ഇതിനൊന്നിന് മാത്രമായിട്ട് നിലനിൽപ്പില്ല, രണ്ടും കൂടിയാണ് നിലനിൽപ്പുണ്ടായിരിക്കുക. അതാണ് കോ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തത് ഡിസിപ്ലിൻ, അച്ചടക്കം. മൂന്നാമത്തത് ഡിസിപ്ലിൻ ആണ്, അച്ചടക്കം. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു ഫയോൾ ഡിസിപ്ലിൻ ഈസ് എ മസ്റ്റ്. നിർബന്ധമായിട്ടും അച്ചടക്കം ഉണ്ടായിരിക്കണം. ഒരു കമ്പനിയിൽ നിർബന്ധമായിട്ടും അച്ചടക്കം ഉണ്ടായിരിക്കണം. കമ്പനിയിലുള്ള നിയമങ്ങൾ എല്ലാവരും അനുസരിക്കണം. അച്ചടക്കം എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുക എന്നതാണ്. ബിസിനസിന്റെ സുഗമമായ നടത്തിപ്പിന് അച്ചടക്കം അത്യാവശ്യമാണ്. Discipline is the obedience to organizational rules, respect of authority and employment agreement which are necessary for the working of an organization. Next, unity of command. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതൊക്കെ ചിലപ്പോൾ ഡിഫറൻസ് ഒക്കെ ചോദിച്ചേക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത്, അപ്പൊ നാലാമത്തെയും അഞ്ചാമത്തെയും പ്രിൻസിപ്പിൾ നോക്കുക. നാലാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്, അഞ്ചാമത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല മക്കളെ. Unity of command. This principle states that each employee should receive orders from one superior only. This principle states that each employee should receive orders from one superior only. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? ഒരു എംപ്ലോയിയെ കൺട്രോൾ ചെയ്യാൻ ഒരു സുപ്പീരിയർ, ഒരു മേലുദ്യോഗസ്ഥൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്.
ഒരു ഉദ്യോഗസ്ഥൻ ഒരു മേലധികാരിയോട് മാത്രമേ ഉത്തരവ് സ്വീകരിക്കാൻ പാടുള്ളൂ. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഓക്കെ, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. യൂണിറ്റ് ഓഫ് കമാൻഡിൽ പറയുന്നത് ഒരാളെ കൺട്രോൾ ചെയ്യാൻ ഒരു ഹെഡ് എന്നാണ്. യൂണിറ്റ് ഓഫ് ഡയറക്ഷനിൽ പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മാനേജർ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ പഠിച്ച കാര്യമാണ്. ജനറലി ഇൻ ആൻ ഓർഗനൈസേഷൻ there will be several departments. സാധാരണഗതിയിൽ ഒരു കമ്പനിയിൽ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഒരു പ്രൊഡക്ഷനിൽ ഒരു 20 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ 20 സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മാനേജറെ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. അത് പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കണം. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഹെഡ് മാത്രം. ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ആൾക്കാരുണ്ട്, അവരെ കൺട്രോൾ ചെയ്യാൻ ഒരു ഹെഡ്. This principle states that for a group activity having the same objective, there should be one head and one plan. Okay, ഈ തത്വം അനുസരിച്ച് ഒരേ ലക്ഷ്യമുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങൾക്ക് ഒരു തലവനും ഒരു പ്ലാനും ഉണ്ടാവണം. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇനി ഡിഫറൻസ്, ഇത് പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം, ചോദിച്ചേക്കാം പരീക്ഷക്കൊക്കെ. ഡിഫറൻസ് ഇതിൽ വരുന്ന ആദ്യത്തെ നോക്കാം, മീനിങ് ആണ്. ഏതിന്റെ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ ഡിഫറൻസ് അതിന്റെ മീനിങ് തന്നെയാണ്. യൂണിറ്റ് ഓഫ് കമാൻഡിന്റെ മീനിങ് എന്താ? A subordinate must have one superior, whereas unity of direction states that each department should have one head. ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു തലവൻ എന്നാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. നെക്സ്റ്റ്, കൺസേൺഡ് വിത്ത്. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? യൂണിറ്റി ഓഫ് കമാൻഡ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. whereas unity of direction is concerned with the entire organization as a whole. കമ്പനിയെ മൊത്തത്തിൽ ബന്ധപ്പെട്ടതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എയിം, ഇതിന്റെ ലക്ഷ്യം. യൂണിറ്റി ഓഫ് കമാൻഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രിവെന്റ് ഡ്യുവൽ സബോർഡിനേഷൻ. ഡ്യുവൽ സബോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തന്നെ രണ്ടാള് കൺട്രോൾ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ സബോർഡിനേഷൻ. അപ്പൊ ഒരാളെ രണ്ടാള് കൺട്രോൾ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡിന്റെ എയിം. പക്ഷേ യൂണിറ്റി ഓഫ് ഡയറക്ഷന്റെ എയിം എന്ന് പറയുന്നത് ടു പ്രിവെന്റ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ടു പ്രിവെന്റ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, അതായത് ഒരു ജോലി തന്നെ രണ്ടാൾ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷന്റെ എയിം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, യൂണിറ്റ് ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. ക്ലിയർ? നെക്സ്റ്റ്, ആറാമത്തെ പ്രിൻസിപ്പിൾ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇവിടെ സബോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഇമ്പോർട്ടൻസ്, കുറവ് പ്രാധാന്യം എന്നതാണ് subordination's word meaning. Okay, an organization, this principle states that an organization is superior to individuals. According to Fayol, the primary focus is on the organizational objective and not on the individual objective. ഇതിൽ പറയുന്നത് കമ്പനിയുടെ താല്പര്യത്തിന് എന്തെങ്കിലും ഇഷ്യൂ, പ്രോബ്ലം, പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കമ്പനിക്കാണ്, അല്ലാതെ വ്യക്തികൾക്കല്ല. അപ്പൊ എന്താണ്, കമ്പനിയാണ് പ്രധാനപ്പെട്ടത്, എംപ്ലോയീസ് അല്ല എന്നതാണ് ആറാമത്തെ പ്രിൻസിപ്പിൾ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിയുടെ താല്പര്യത്തെക്കാൾ സ്ഥാപനത്തിന്റെ പൊതു താല്പര്യത്തിന് മുൻഗണന നൽകണം എന്നതാണ് subordination of individual interest to general interest. Next, ഏഴാമത്തേത് remuneration of personnel. വളരെ എളുപ്പമുള്ള കാര്യമാണ് remuneration of personnel. ഇത് പറയുന്നത് എന്താ, നിർബന്ധമായിട്ടും ഒരു കമ്പനി അതിലെ സ്റ്റാഫിന് മാന്യമായിട്ടുള്ള ശമ്പളമോ കൂലിയോ കൊടുക്കണം. The overall pay and compensation should be fair to both employees and the organization. ഒരു കമ്പനി നിർബന്ധമായിട്ടും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് നോക്കി പഠിക്കുക, കേട്ടില്ലേ? The overall pay and compensation should be fair to both employees and the organization. പ്രതിഫലം നീതിപൂർവമുള്ളതായിരിക്കണം. ഇത് തൊഴിലുടമയ്ക്കും ജീവനക്കാർക്കും തൃപ്തികരമായിരിക്കണം എന്നതാണ് ഏഴാമത്തെ പ്രിൻസിപ്പിൾ, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, ഇനി എട്ടാമത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ടോപ്പ് മാനേജ്മെന്റിന്റെ കയ്യിൽ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസേഷൻ എന്ന്. അതോറിറ്റി നേരത്തെ പഠിച്ചു, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അതോറിറ്റി. ഓക്കെ, അധികാരം അതോറിറ്റി ടോപ്പ് മാനേജ്മെന്റിന്റെ കയ്യിലാണ് ഉള്ളതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സെൻട്രലൈസേഷൻ. കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ഫ്യൂ ഹാൻഡ്സ്, ദാറ്റ് ഈസ് അറ്റ് ടോപ്പ് ലെവൽ ഈസ് നോൺ ആസ് സെൻട്രലൈസേഷൻ. നെക്സ്റ്റ്, ഡീസെൻട്രലൈസേഷൻ. അധികാരം, തീരുമാനമെടുക്കാനുള്ള പവർ ലോവർ ലെവലിനും മിഡിൽ ലെവലിനും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഡീസെൻട്രലൈസേഷൻ.
Decentralization means delegation or distribution of authority throughout all levels of the organization. തീരുമാനമെടുക്കാനുള്ള പവർ, തീരുമാനമെടുക്കാനുള്ള കഴിവ് ടോപ്പ് മാനേജ്മെന്റിൽ മാത്രമാണുള്ളതെങ്കിൽ കേന്ദ്രീകരണമാണ്. ഇത് മറ്റുള്ള ആൾക്കാർക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വികേന്ദ്രീകരണമാണ്. ഫയോളിന്റെ അഭിപ്രായത്തിൽ there should be a balance between centralization and decentralization. ഫയോൾ പറഞ്ഞ കാര്യം എന്താ? കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷനും പാടില്ല, കംപ്ലീറ്റ് സെൻട്രലൈസേഷനും പാടില്ല. ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസ് എന്തായിരിക്കണമെന്ന് ഫയോൾ പറഞ്ഞു. അതാണ് 8ാമത്തെ പോയിന്റ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇനി 9ാമത്തെ പോയിന്റ് നോക്കുക, സ്കെലാർ ചെയിൻ. കുറച്ച് മനസ്സിലാക്കാനുണ്ട്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് ഇപ്പൊ സ്ക്രീനിൽ തന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് വിടുന്ന രീതിയിലാണ് ഇപ്പൊ കാണുന്നത് നിങ്ങൾ, കേട്ടില്ലേ? 9ാമത്തെ പോയിന്റ് scalar chain ആണ്. Scalar chain refers to the chain of superiors ranking from the ultimate authority to the lowest level in an organization. അതായത് സുപ്പീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലധികാരി, സബോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ് ജീവനക്കാരൻ. അപ്പൊ ഒരു കമ്പനിയിലെ മേലധികാരികളും കീഴ് ജീവനക്കാരും തമ്മിലുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ് സ്കെലാർ ചെയിൻ. ഒരു സ്ഥാപനത്തിലെ ഏറ്റവും മുകളിലെ അധികാരി മുതൽ ഏറ്റവും താഴെത്തലം വരെയുള്ള കീഴധികാരികളുടെ ശൃംഖലയാണ് സ്കെലാർ ചെയിൻ. ഇനി ഇതിപ്പോ താഴത്തെ ചിത്രം നോക്കുക, ABCDE AFGHI ഇത് കാണാം. ഇത് രണ്ടും രണ്ട് സ്കെലാർ ചെയിൻ ആണ്. അപ്പൊ എ ഹെഡ് ആണ്, എ ബി എയുടെ അണ്ടറിൽ സി, ബിയുടെ അണ്ടറിൽ സി, അതുപോലെ ഇപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ എയുടെ അണ്ടറിൽ എഫ്, എഫിന്റെ അണ്ടറിൽ ജി എന്ന് കാണാം. ഓക്കെ. ഇനി ഇദ്ദേഹം പറഞ്ഞു ഇതിൽ കൂടി തന്നെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യണം നിർബന്ധമായിട്ടും. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ ഈ സപ്പോസ് ഡി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബി, ഡിക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഡി സിയോട് പറയാ, പിന്നീട് സി ബിയോട് പറയാം. അങ്ങനെ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പോകണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇനി ഇത് പറഞ്ഞു എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, ഒരേ ലെവലിലുള്ള മാനേജർമാർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ചിത്രത്തിൽ ഒരു ഗ്യാങ് പ്ലാങ്ക് കാണാം, ഒരു ഡോട്ട് ഇട്ടിട്ട് കാണാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ എ മുതൽ ഇ വരെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കൊരു ഐഡിയ പറയാം. എ മുതൽ ഇ വരെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, എ മുതൽ ഐ വരെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ ഡി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫാണ്, എച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫാണ്. അപ്പൊ ഡിയും എച്ചും ഒരേ ലെവലാണ്, ഒരേ പൊസിഷനാണ്, ഒരേ അധികാരികളാണ്. അപ്പൊ ഡിക്ക് എന്ത് ചെയ്യാം? അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് എച്ചിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഈ സ്കെലാർ ചെയിനിലുള്ള കമ്മ്യൂണിക്കേഷനെ ബ്രേക്ക് ചെയ്യുന്ന, ഷോർട്ട് കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്യാങ് പ്ലാങ്ക്. ഓക്കെ. അപ്പൊ നോക്കുക മക്കളെ, എന്താണ് അടിയന്തര സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സമയത്ത് ഈ സ്കെലാർ ചെയിനിലെ കമ്മ്യൂണിക്കേഷൻ ഷോർട്ട് കട്ട് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഗ്യാങ് പ്ലാങ്ക്. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്ഥാപനത്തിലെ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റാങ്കിങ് ഫ്രം അൾട്ടിമേറ്റ് അതോറിറ്റി ടു ലോവർ ലെവൽ. അക്കോർഡിംഗ് ടു ഫയൽ, ഇൻഫർമേഷൻ ഷുഡ് പാസ് ത്രൂ ദിസ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഇഫ് കമ്മ്യൂണിക്കേഷൻ flow through the scalar chain, sometimes the information passing process will become a time consuming activity. നമ്മൾ ഇതന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ കുറെ സമയം എടുക്കും. അങ്ങനെ അപ്പൊ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരേ ലെവലിലുള്ള ആൾക്കാർക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാങ് പ്ലാങ്ക് എന്ന്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി 10ാമത്തെ പ്രിൻസിപ്പിൾ, ഓർഡർ. ഒരു ഓർഡർ ഉണ്ടായിരിക്കണം, എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ എ ജനറൽ സേയിങ്, have a place for everything and keep everything in its place. നിർബന്ധമായിട്ടും എല്ലാത്തിനും ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ആ സ്ഥലത്ത് അതാത് സാധനങ്ങൾ വെക്കുകയും വേണം. അപ്പൊ ഇതിന് ഫയോള് പറഞ്ഞ് 2 ടൈപ്പ് ഓർഡർ വേണം, മെറ്റീരിയൽ ഓർഡറും സോഷ്യൽ ഓർഡറും. മെറ്റീരിയൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിന് സ്ഥലത്ത് വെക്കുന്നതിനെ വിളിക്കുന്ന പേര് മെറ്റീരിയൽ ഓർഡർ. എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള പൊസിഷൻ, സ്ഥാനം കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേര് സോഷ്യൽ ഓർഡർ. വസ്തുക്കളെയും വ്യക്തികളെയും ശരിയായ സ്ഥലത്ത് ക്രമീകരിക്കുക എന്നതാണ് ഓർഡർ എന്ന പ്രിൻസിപ്പിൾ. 11ാമത്തത് ഇക്വിറ്റി, ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ, സമത്വം എന്നൊക്കെ പറയും. ഇക്വിറ്റി റെഫേഴ്സ് ടു കൈൻഡ്, ഫെയർ ആൻഡ് ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ എംപ്ലോയീസ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും ഒരേപോലെ സമന്മാരായിട്ട് പരിഗണിക്കണം എന്നതാണ് ഇക്വിറ്റി. ഫേവറിറ്റിസം ആൻഡ് നിപ്പോട്ടിസം ഷുഡ് ബി അവോയ്ഡഡ്. ഫേവറിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് അനാവശ്യമായിട്ടുള്ള ബെനിഫിറ്റ് കൊടുക്കുന്നത് ഫേവറിറ്റിസം ആണ്. നിപ്പോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് അനാവശ്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് കൊടുക്കുന്നതാണ് നിപ്പോട്ടിസം. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ, ആരും
എല്ലാവരും ഈക്വൽ ആണ്. എല്ലാവരും മാനേജർ എന്ത് ചെയ്യണം, എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യണം. സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അനാവശ്യ പരിഗണന ഒന്നും കൊടുക്കാൻ പാടില്ല എന്നതാണ് ഇക്വിറ്റി. ഈ തത്വം അനുസരിച്ച് ജോലിക്കാരെ എല്ലാം തുല്യനീതിയോടെ കൈകാര്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഉദാഹരണം, ഒരേ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തുല്യ വേതനം ഉണ്ടായിരിക്കണം. ഒരേ ജോലി ചെയ്യുന്ന രണ്ടാൾക്കാർക്ക് ഒരേ ശമ്പളം കൊടുക്കണം. അടുത്തത് 12ാമത്തത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ, ഉദ്യോഗസ്ഥരുടെ കാലാവധിയുടെ സ്ഥിരത. According to Fayol, workers should not be moved from one job to another frequently. ഫയോൾ പറഞ്ഞ മറ്റൊരു കാര്യം, ജോലിക്കാരെ ഇടക്കിടക്ക് സ്ഥലം മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ ജോലി മാറ്റാനോ പാടില്ല. ഒരാള് ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അക്കൗണ്ടന്റ് ആയിട്ട് തന്നെ അവിടെ വർക്ക് ചെയ്യണം. അല്ലാതെ 2 മാസം കഴിഞ്ഞിട്ട് അയാളെ മാർക്കറ്റിംഗിലേക്ക് മാറ്റുക, 3 മാസം കഴിഞ്ഞിട്ട് അയാളെ സെയിൽസിലേക്ക് മാറ്റുക, അത് പാടില്ല എന്നാണ് ഫയോൾ പറഞ്ഞത്. ഇതിന്റെ പേരാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ, ഉദ്യോഗസ്ഥരുടെ കാലാവധിയുടെ സ്ഥിരത. ഈ തത്വം അനുസരിച്ച് ഉദ്യോഗസ്ഥരെ അടിക്കടി അവരുടെ പദവിയിൽ നിന്നും മാറ്റാൻ പാടില്ല. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽസ്. ഓക്കെ. 13ാമത്തെ പോയിന്റ് ഇനീഷ്യേറ്റീവ്. 13ാമത്തെ പോയിന്റ് ഇനീഷ്യേറ്റീവ്. According to this principle, subordinate should be given an opportunity to take initiative in making and executing the plans. മുൻകൈ എടുക്കാൻ സഹായിക്കുക. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൈ എടുക്കുക. ഈ തത്വം അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അവർ ചെയ്യുന്ന ജോലിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും മുൻകൈ എടുക്കാൻ പ്രോത്സാഹനം നൽകണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സ്പൂൺ ഫീഡിംഗ് ഒന്നും ചെയ്യാതെ ഓരോ ആൾക്കാരോടും നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരാം, ജോലിക്കാരുടെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം മാനേജർ ക്രിയേറ്റ് ചെയ്യണം എന്നതാണ് ഇനീഷ്യേറ്റീവ്. ഇനി 4ാമത്തത് വളരെ എളുപ്പമുള്ള കാര്യം, പേര് വെക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. 14ാമത്തെ പ്രിൻസിപ്പിളിന്റെ പേര് എസ്പിരിറ്റ് ഡി കോപ്സ്. ദ നെയിം ഓഫ് ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് എസ്പിരിറ്റ് ഡി കോപ്സ്. ഇതൊന്നുമില്ല, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. നമ്മൾ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഐക്യമത്യം മഹാബലം. Okay, this principle implies that there should be coordination and teamwork among the members of an organization. Management must take steps to develop a sense of belongingness among the members of the work group. ഐക്യമാണ് ശക്തി. ഒരു കമ്പനിയിലെ അംഗങ്ങൾക്കിടയിൽ കോഓപ്പറേഷൻ, ഏകോപനം, കോഓർഡിനേഷൻ, ടീം ആക്ടിവിറ്റി, ടീം പ്രവർത്തനം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാനേജ്മെന്റ് ശ്രമിക്കണം എന്നതാണ് 14ാമത്തെ പ്രിൻസിപ്പിൾ, എസ്പിരിറ്റ് ഡി കോപ്സ്. ഓക്കെ. അപ്പോ 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു. 14 പ്രിൻസിപ്പിൾസ് വളരെ സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്, ഒരു സംശയമില്ല, വളരെ സ്പീഡിലാണ് പറഞ്ഞത്. സംശയം തോന്നുന്ന ഭാഗം പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കുക. ഇനി ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ ഇതിൽ തന്നെ മുകളിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ഈ ഓരോ ടോപ്പിക്കിന്റെയും ഏതെങ്കിലും കാര്യം മനസ്സിലായിട്ടില്ല എങ്കിൽ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിൽ തന്നെ ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. HSS ടൈംസിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. ഇനി ഈ 14 പ്രിൻസിപ്പിൾ പഠിക്കേണ്ട ഒരു എളുപ്പ മാർഗമുണ്ട്. DAD, UC, USSR, OIC. DAD, UC, USSR, OIC. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി. അപ്പൊ ആ ഡിസിപ്ലിൻ, ആ രീതിയിൽ ഈ 14 പ്രിൻസിപ്പിൾസിന്റെയും ആദ്യത്തെ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോഡാണ് DAD. അച്ഛാ, UC, USSR, UC, USSR, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, OIC. ഈ ഒരു കോഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ 14 പ്രിൻസിപ്പിൾസ് വളരെ എളുപ്പത്തിൽ പഠിക്കും. അപ്പോ ഈ റിവിഷൻ ക്ലാസ് ഇനി സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ലെങ്തി ആയി പോകും. അപ്പോ സയന്റിഫിക് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ഞാൻ 2ാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ക്ലാസ് കൃത്യമായിട്ട് കാണുക. സ്പീഡിലാണ് പറഞ്ഞത്, വളരെ സ്പീഡിലാണ് പറഞ്ഞത്. അപ്പൊ മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് അഗൈൻ പ്ലേ ആക്കി നോക്കുക. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ആഡ് ചെയ്തു.